الذي وكل بكم ثم إلى ربكم ترجعون يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്നവർ, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയ നമ്മുടെ വടക്കനേത്ത് പള്ളിയുടെ അടുത്ത് താമസിച്ചിരുന്ന സ്വാദിഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനടക്കം അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വിശാലമായി സംസാരിക്കുകയല്ല, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നതായ ഭാഗം ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മലക്കുകളെ കൊണ്ടുള്ളതായ വിശ്വാസം. ആദ്യകാലത്ത് മലക്കുകൾ അല്ലാഹുവിന്റെ പെൺകുട്ടികളാണെന്നും അതല്ല മലക്കുകൾ ദൈവങ്ങളാണ് എന്നൊക്കെയുള്ള ഒരുപാട് വിശ്വാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രബോധനം നടത്തുന്ന ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകളാണ് എന്നതാണ് ഖുർആൻ അവരെ കുറിച്ച് പരിചയപ്പെടുത്തി തരുന്നത്. മാത്രമല്ല ഒരുപാട് ഡ്യൂട്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചതായും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഇന്നത്തെ ഖുതുബയിലൂടെ പ്രതിപാദിക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് പരലോകവുമായി ബന്ധപ്പെട്ട് നരകത്തിന്റെ കാവൽ നിൽക്കുന്നതായ കുറച്ച് മാലാഖമാർ, ഇവരെ കുറിച്ചാണ്. എന്തിനാണ് ഈ മലക്കുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, പറയുന്നത്? ഇങ്ങനെയൊക്കെ ഒരു രംഗം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസരം ഏതൊരു മനുഷ്യനും അതിലൂടെ കടന്നു പോകേണ്ടവരാണ്. മലക്കുൽ മൗത്ത് എന്ന് പറയുന്ന ആ മരണത്തിന്റെ മലക്കിനെ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും. പരലോകം എന്ന് പറയുന്ന മരണശേഷമുള്ള ആ ഒരു ലോകത്ത് അവിടെയും ഒരുപാട് മലക്കുകളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ചിന്തിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഖുതുബയുടെ ആകത്തുക. ഏതൊരു മനുഷ്യനാണെങ്കിലും അവനക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടാകും. ഈ കടപ്പാടുകളും ബാധ്യതകളും ഒരു മനുഷ്യൻ നിർവഹിക്കുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇടം അത് വേണം, അത് ബുദ്ധിപരമായിട്ട് വേണം. കേവലം കുറഞ്ഞ കാലം ജീവിക്കുന്ന ഈ ലോകം അതിന് പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ ശിക്ഷാവിധികൾക്കും സുഖ സൗകര്യങ്ങൾക്കും അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ലോകമാണ് പരലോകം. ഇത് പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ പരീക്ഷയുടെ ഒരു ലോകമാണ്. ഇവിടെ വിജയപരാജയങ്ങളില്ല. അതിന്റെ റിസൾട്ട് വരുന്നത് മരണശേഷമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒരു തൊഴിലാളിയാണെങ്കിലും ഒരു മുതലാളിയാണെങ്കിലും ഒരു ഭരണാധികാരിയാണെങ്കിലും ഓരോ ആളിലും അവർ ഏറ്റെടുത്ത ആ ഒരു ഉത്തരവാദിത്വം കറക്റ്റായി നിർവഹിച്ചില്ല എങ്കിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ആ ചോദ്യം ചെയ്യുന്ന ആളുകൾ കൈക്കൂലി മേടിക്കുന്നവരോ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിയുന്നവരോ അല്ല. അല്ലാഹു അവരെ കുറിച്ച് പറയുന്നത് അല്ലാഹു എന്താണോ അവരോട് കൽപ്പിച്ചത് അത് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. ഒരു ദയയും അവർക്ക് ഉണ്ടാവുകയില്ല. അവരാണ് മലക്കുകൾ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്കൊക്കെ അഭിമുഖീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കുക. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ് അവർ. ഭരണാധികാരി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഭരണാധികാരികളാണ്.
നമ്മുടെ വീടിന്റെ ചുമതല നമുക്കാണ്, നമ്മുടെ കുടുംബത്തിന്റെ ചുമതല നമുക്കാണ്. ഒരു കമ്മിറ്റി ഭാരവാഹികളാണെങ്കിൽ അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു പള്ളിയിലെ ഉസ്താദുമാരാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞങ്ങളെ കുറിച്ച് അല്ലാഹു തആല ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കും. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണെങ്കിൽ അവർക്കുണ്ട് ഉത്തരവാദിത്തങ്ങൾ, അവരോടും അതിനെക്കുറിച്ച് ചോദിക്കും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് കാണാം, മഹാനവറുകൾ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉറങ്ങാൻ സാധിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ്. എന്താണ് കാരണം? തന്റെ അധീനതയിലുള്ള എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് കേവലം കുറഞ്ഞ ഏരിയയല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വളരെ വിശാലമായിട്ടുള്ള ഭരണകാലമാണ്. ഒരുപാട് ഭൂപ്രദേശങ്ങൾ വിശുദ്ധ ഇസ്ലാമിന്റെ കീഴിലുള്ള വളരെ വലിയ ഒരു സാമ്രാജ്യമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ഭരണം. അതിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി ഭക്ഷണം കിട്ടാതെ അലയുന്നുണ്ടോ? ഒരിക്കൽ മഹാൻ ഇങ്ങനെ രാത്രി കരയുന്നത് കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, എന്തിനാണ് തങ്ങളെ അങ്ങ് കരയുന്നത്? ആ സമയത്ത് പറഞ്ഞത്, കൂട്ടം തെറ്റിപ്പോയ ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടിയുടെ കാല് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി, അതിനെ രക്ഷപ്പെടുത്താൻ ആരും വന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് എന്റെ റബ്ബ് എന്നോട് ചോദിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ കരയുകയാണ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുക, ഇതും ഒരു ഭരണാധിപനാണ്. നമ്മുടെ റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും അധിക്ഷേപിക്കുകയല്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല. ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും ശരി, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കറക്റ്റായി ജോലി എടുപ്പിക്കുന്നതിൽ അനാസ്ഥയുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവർക്കൊക്കെ ഈ ചെയ്യുന്ന ചെയ്തികളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗമുണ്ട് എന്ന ആ ഒരു വിശ്വാസം ബോധമണ്ഡലത്തിൽ ഇല്ലാത്ത കാലത്തോളം ഇവരെയൊക്കെ ചെയ്യും. എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ IG ആണ്, എന്റെ മേക്കിട്ട് കയറാൻ ആരുമില്ല എന്നല്ല, എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം കറക്റ്റായി ഞാൻ നിർവഹിച്ചില്ല എങ്കിൽ എന്റെ മേൽ അധികാരപ്പെടുത്തിയതായ മലക്കുകൾ എന്നെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും, അവിടെ ഞാൻ ശിക്ഷിക്കപ്പെടും എന്ന ഒരു ബോധം മണ്ഡലത്തിൽ മനുഷ്യന്റെ മനസ്സിനകത്ത് ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുകയില്ല. പരലോകത്തെ കുറിച്ചുള്ളതായ ചിന്താബോധം ഉണ്ടാവുക എന്നത് അവന്റെ സ്വയരക്ഷക്കും അവന്റെ കുടുംബത്തിന്റെ രക്ഷക്കും അവൻ ഏറ്റെടുത്ത ഉത്തരവാദിത്യം കറക്റ്റായി നിർവഹിക്കുന്നതിനും അനിവാര്യമാണ് എന്നതാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നതായ ആയത്ത്, ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം, യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും, നിങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കും, നിങ്ങളെ ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിക്കും, നിങ്ങളുടെ ജീവൻ എടുക്കും. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പിന്നീട് നിങ്ങളുടെ റബ്ബിലേക്ക്, നിങ്ങളുടെ സ്രഷ്ടാവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. ഓരോ മനുഷ്യരെയും ഈ ആയത്ത് എന്നോടാണ് പറയുന്നത്. നിന്നെ എന്നെ മരിക്കാൻ അല്ലാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മലക്ക് ആ ഏൽപ്പിക്കപ്പെട്ട ടൈം ആകുമ്പോൾ അത് കറക്റ്റായി നിർവഹിക്കപ്പെടുക തന്നെ ചെയ്യും. പിന്നെ എന്നെ സൃഷ്ടിച്ച എന്റെ റബ്ബിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെയാണ് വിചാരണ നടക്കുന്നത്. ഓരോ മനുഷ്യനും ഇതുള്ളതാണ്, എനിക്കുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ് നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ട്, അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കുക, വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, നാറൻ, നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ഒരു രംഗം നിങ്ങൾക്ക് വരാനുണ്ട്. എന്താണ് ആ നരകത്തിന്റെ പ്രത്യേകത? ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ,
നല്ല ശക്തവാന്മാരായ ദയയില്ലാത്ത കഠിനഹൃദയരായ മലക്കുകൾ ആ നരകത്തിന് കാവലുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അവരോട് കൽപ്പിക്കപ്പെട്ടതിന് അവർ എതിര് ചെയ്യുകയില്ല. വയഫഅലൂന മാ യുമറൂൻ, അവരോട് റബ്ബ് എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് മാത്രം അവർ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ള മലക്കുകൾ കാവൽ നിൽക്കുന്ന, അങ്ങനെയുള്ള മലക്കുകൾ അതിന് ചുറ്റും വലയം വെക്കുന്ന ആ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് നിങ്ങൾ എത്തിപ്പോകും ജനങ്ങളെ. അതുകൊണ്ട് നിങ്ങളെയും സൂക്ഷിക്കുക, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു ആയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മളൊരു പക്ഷേ 5 നേരം പള്ളിയിൽ വരുന്നുണ്ടാവും, നിസ്കരിക്കുന്നുണ്ടാവും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. നമ്മളെ കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമതായി വരുന്നത് നമ്മുടെ ഭാര്യയാണ്, നമ്മുടെ മക്കളാണ്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാണ്. അവരെ സംരക്ഷിക്കണം, അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം അവരെ നരകത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുകയും ചെയ്യരുത്. ഇപ്പൊ മുസ്ലിമിന്റെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും ഒക്കെ പരിഹസിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. മുസ്ലിമായി പേരുള്ള ചിലർക്ക് പോലും അങ്ങനെയൊക്കെ വേണ്ടിയിരുന്നോ, ഇങ്ങനെയൊക്കെ വേണോ എന്ന് തോന്നിപ്പോകുന്നതായ ചില സംശയങ്ങൾ മനുഷ്യ മനസ്സിൽ ജനിപ്പിക്കുന്ന രീതിയിൽ യുക്തിവാദികളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളെയും എടുത്ത് പരിഹസിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ തലമറക്കുക എന്നുള്ളത്. തലമുറകൾ ഇപ്പോൾ ഒരു ഫാഷനായി അത് വേണ്ടാത്ത ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഉസ്താദുമാരെ കാണുമ്പോ അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോ എന്താ തലമുറക്കുന്നത് എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. ചില ആളുകളൊക്കെ ബാങ്ക് വിളിക്കുമ്പോ കാണാൻ സഹോദരിമാര് നേരെ തട്ടോടുന്നു. അപ്പൊ മാത്രമല്ല അന്യപുരുഷന്മാരെ കാണുമ്പോഴും നമ്മൾ തലമറക്കേണ്ടതുണ്ട്. ശരീരത്തിന്റെ മറക്കേണ്ട ഭാഗങ്ങൾ നാം മറക്കേണ്ടതുണ്ട്. അത് മാന്യതയുടെ വേഷമായി, മാന്യതയുടെ വസ്ത്രധാരണമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവർക്ക് നാം മേടിച്ചു കൊടുക്കുന്നതായ വസ്ത്രങ്ങൾ, അവർ ഏത് രീതിയിലാണ് പുറത്തു പോകുന്നത് എന്നതൊക്കെ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതാണ് ഈ ഖുർആനിന്റെ വചനം പറയുന്നത്. നിങ്ങളെ മാത്രം നോക്കിയാ പോരാ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിയാളുന്ന നരകത്തിലേക്ക് പോകുന്നതിന് തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. കുടുംബം എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ, മക്കൾ, ജ്യേഷ്ഠൻ, അനുജന്മാർ, അവരെല്ലാവരും കുടുംബങ്ങൾ തന്നെയാണ്. അപ്പൊ അനുജന് നരകത്തിലേക്ക് പോകുന്ന ഒരു കാര്യം, അനുജനെ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന ഒരു കാര്യം, ചേട്ടനെ മോശപ്പെടുത്തുന്ന ഒരു കാര്യം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല. മക്കളെ അപഹേളിക്കുന്ന ഒരു കാര്യം എവിടെ? ദുനിയാവിലും ആഖിറത്തിലും. അത് രണ്ടും നമ്മൾ അനുവർത്തിക്കരുത്. ഇതാണ് ഈ ഖുർആനിന്റെ അധ്യാപനം. എന്താണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകും, അധികാരങ്ങൾ ഉണ്ടാകും. സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ ഫലത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചേക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, പരലോകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. അവിടെ കരുണയില്ലാത്ത, ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയാത്ത, കഠിനഹൃദയരായിട്ടുള്ള നല്ല ശക്തവാന്മാരായ അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രം ചെയ്യുന്ന, അല്ലാഹുവിനോട് എതിര് ചെയ്യാത്ത മലക്കുകൾ കാവൽ നിന്നുകൊണ്ടുള്ളതായ വിചാരണയും അതിനുശേഷമുള്ള ശിക്ഷാ നടപടികളും പരലോകത്ത് വരാനുണ്ട് ജനങ്ങളെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ പല നിലക്കുള്ള പ്രതിസന്ധികളിലൂടെയായിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ശാരീരികമായും മാനസികമായിട്ടും ഓരോ മനുഷ്യനും ഉണ്ടായേക്കാം. എന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള ചില പ്രശ്നങ്ങളും ഇവിടെയുള്ള ചില മാനസികമായ ബുദ്ധിമുട്ടുകളും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും അതൊന്നും കാലാകാലമായി ഇവിടെ നിലനിൽക്കുന്നതല്ല. രോഗമില്ലാത്ത യുവത്വത്തോടുകൂടെയുള്ള ഒരു ആരോഗ്യസ്ഥിതി ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാവുകയില്ല. ഒരു 50-55-60 കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുറുചുറുക്കൊക്കെ പോകും, നമ്മുടെ ഈ ആരോഗ്യ ശൈലിയൊക്കെ പോകും.
അവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ എത്ര വലിയ ധനാഢ്യരാണെങ്കിലും നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ ചില സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വലിയ വലിയ കമ്പനികളുടെ ഉടമസ്ഥരായിട്ടുള്ള ആളുകൾ അവർ നല്ല ഇൻ ചെയ്തിട്ടുണ്ട്, എല്ലാ ഷൂ ഒക്കെ ധരിച്ചിട്ടുണ്ട്, നല്ല രീതിയിലാണ് വരുന്നതെങ്കിലും അവർക്ക് നടക്കാൻ കഴിയുന്നില്ല. കോടിക്കണക്കിന് ആസ്തിയുണ്ട് അവർക്ക്, ഉണ്ടായിട്ടുണ്ട് കാര്യം, പക്ഷേ നടക്കാൻ അവർക്ക് പറ്റുന്നില്ല. വാർദ്ധക്യം അവരെ പിടികൂടിയിരിക്കുന്നു. ഇത് നമുക്കൊക്കെ വരുന്നതാണ്. ഈ ലോകത്ത് എന്തൊക്കെ നമ്മൾ നേടിയാലും ശരി, ഒരു കാലയളവിൽ ഒരു വയസ്സിൽ അതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഫലമില്ലാത്ത ഒരവസ്ഥ ഈ ലോകത്ത് തന്നെ വരും. ചിന്തിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് രോഗങ്ങളില്ല, ആരോഗ്യമുണ്ട്, അത്യാവശ്യം ക്യാഷുണ്ട്. അപ്പൊ നമുക്ക് തോന്നും ഇതൊന്നും എനിക്ക് ഇപ്പോഴൊന്നും വരൂല, എനിക്കതിനൊക്കെ സാധിക്കും. അല്ല ജനങ്ങളെ, എല്ലാം ഉണ്ടായിട്ടും കോടികൾ കൊടുത്താൽ അവന്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ, നടക്കാൻ, ശ്വാസം വിടാൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ, പാട്ടുപാടാനൊക്കെ കാശും എല്ലാം ഉള്ള ആളുകൾ അതിനൊന്നും കഴിയാതെ പോകുന്നുവെങ്കിൽ ഇതാണ് ലോകത്തിന്റെ ക്രമം എന്ന് പറയുന്നത്. ഇതൊക്കെ നശിക്കുന്ന ഒരു സമയം ഈ ലോകത്ത് തന്നെ വരാനുണ്ട്. ഇതൊക്കെ ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം. ഖുർആൻ അടിക്കടി പ്രയോഗിക്കുന്ന ഒരു പ്രയോഗം അതാണ്. ഈ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യത്തിലും, ആകാശങ്ങളുടെ ഓരോ സൃഷ്ടിപ്പിലും, രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതിലും, മഴ വർഷിക്കുന്നതിലും, അതേ വെയിലടിക്കുന്നതിലും, കാറ്റടിക്കുന്നതിലുമൊക്കെ ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നന്മയിലേക്ക് വരാനുള്ള ഒരുപാട് വഴികൾ ഈ ലോകത്ത് തന്നെ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ചിന്തിച്ചാലുണ്ട് എന്ന് ഖുർആൻ പറയുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ കുറിച്ചറിഞ്ഞാൽ അവന്റെ റബ്ബിനെ കുറിച്ചറിയാൻ അവന് സാധിക്കും എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അംശങ്ങൾ, നമ്മൾ കഴിക്കുന്നതായ ഭക്ഷണം, അതിന്റെ പോഷകാംശങ്ങൾ ശരീരത്തിൽ പിടിച്ച് വേസ്റ്റുകൾ പോകുന്നതായ സാഹചര്യം, ഇങ്ങനെ ഓരോന്നും എല്ലാ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് ഖുർആൻ നമ്മളോട് ചിന്തിക്കാൻ പറയുന്ന ഈ വിഷയങ്ങൾ, നിങ്ങൾ ഈ ലോകത്ത് ശാശ്വതരല്ല, നിങ്ങളുമായി ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്, നിങ്ങൾ മരിപ്പിക്കാൻ, നിങ്ങളെ ജീവൻ എടുക്കാൻ ഏൽപ്പിക്കപ്പെട്ടതായ ഒരു മലക്കുണ്ട് എന്ന് നബിയെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ചെയ്തികളെ കുറിച്ച് ചോദ്യം ചെയ്യാൻ അങ്ങനെ ഒരു ലോകം നമുക്കുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവണം, നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം, നമ്മുടെ ചെയ്തികളിൽ ഉണ്ടാവണം. എത്ര കാലമാണ് ഞാൻ ഉണ്ടാവുക എന്നറിയില്ല. എന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള ആള് ഞാനാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി ആ പ്രായമുള്ള ആള് ഞാനല്ല എങ്കിൽ പ്രായമുള്ളവനേക്കാൾ എത്ര ഇളയതാണ് ഞാൻ എന്ന് ആലോചിക്കുക. എത്ര കാലം ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നാലോചിക്കുക. ഇങ്ങനെ ആലോചിക്കുമ്പോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും. ഇതാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പ്രതിപാദിക്കുന്നത്. മലക്കുകളെ കുറിച്ചും അവരുടെ ശക്തികളെ കുറിച്ചും അവരുടെ ചെയ്തികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അവിടെ കരഞ്ഞിട്ടോ അവിടെ വിലപിച്ചിട്ടോ ഒരു അലിവുമില്ലാത്തവരാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊക്കെ നന്നാവുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ അവസരങ്ങളും സാഹചര്യങ്ങളും ഫേസ് ചെയ്യേണ്ട നമ്മളായി ജീവിക്കാനും നല്ലവരായി ജീവിക്കാനും പരിശ്രമിക്കണം എന്നതാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും പ്രദാനം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യം. ഒന്ന്, SMA